ഇപ്പോൾ നോക്കാൻ പോകുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 8 ബിറ്റ് നമ്പറിൻ്റെ ലോജിക്കാണ്. എങ്ങനെയാണ് ഒരു നമ്പർ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്നത്, അതിൻ്റെ ലോജിക്കാണ്. അപ്പോൾ അതിൻ്റെ ബേസിക് ലോജിക്ക് എന്താണെന്ന് വെച്ചാൽ ഇനി എഴുതാൻ പോകുന്ന പാറ്റേൺസ് ശ്രദ്ധിക്കുക. 1 + 3 = 4. 1 + 3 + 5 = 9. 1 + 3 + 5 + 7 = 16. സോ എന്താണ് ഈ പാറ്റേൺസിൻ്റെ പ്രത്യേകത? അപ്പോൾ ആദ്യം എഴുതിയിരിക്കുന്ന 1 + 3 എന്ന് വെച്ചാൽ ഇറ്റ്സ് എ സം ഓഫ് ഫസ്റ്റ് 2 ഓഡ് നമ്പേഴ്സ്. അതെത്രയാണ്? 4, വിച്ച് ഈസ് ദ സ്ക്വയർ ഓഫ് 2. അടുത്തത് 1 + 3 + 5, ഫസ്റ്റ് 3 ഓഡ് നമ്പേഴ്സിൻ്റെ സമ്മാണ്, വിച്ച് ഈസ് ദ സ്ക്വയർ ഓഫ് 3. അടുത്തത് 1 + 3 + 5 + 7, വിച്ച് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് 4 ഓഡ് നമ്പേഴ്സ്. അത് 16 ആണ്. 16ൻ്റെ സ്ക്വയർ റൂട്ട് 4 ആണ്. അപ്പോൾ ഫസ്റ്റ് 2 ഓഡ് നമ്പേഴ്സിൻ്റെ സം എന്ന് പറഞ്ഞാൽ 2ൻ്റെ സ്ക്വയർ ആണ്. അതുപോലെ ഫസ്റ്റ് 3 ഓഡ് നമ്പേഴ്സിൻ്റെ സം എന്ന് പറഞ്ഞാൽ 3യുടെ സ്ക്വയർ ആണ്. അതുപോലെ ഫസ്റ്റ് 4 ഓഡ് നമ്പേഴ്സിൻ്റെ സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ സ്ക്വയർ ഓഫ് 4. സോ ഈ ഒരു ലോജിക്ക് വെച്ചിട്ടാണ് നമ്മൾ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇനി പ്രോഗ്രാമിൽ എന്താ ചെയ്യുന്നത് നോക്കാം. പ്രോഗ്രാമിൽ ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ തരും. ലെറ്റ്സ് സേ വി ആർ ഗിവൺ 9 ആണ് തന്നിരിക്കുന്നത് വിചാരിക്കുക. അപ്പോൾ ഫസ്റ്റ് എന്താണെന്ന് വെച്ചാൽ 9ൽ നിന്ന് 1 മൈനസ് ചെയ്യും, വിച്ച് ഈസ് ഈക്വൽ ടു 8. അതുകൂടാതെ എത്ര തവണ സബ്ട്രാക്ഷൻ നടത്തി എന്നുള്ളൊരു ട്രാക്ക് ചെയ്യും. അപ്പോൾ ഇത് ഫസ്റ്റ് സബ്ട്രാക്ഷനാണ് 1. അടുത്ത സ്റ്റെപ്പിൽ ഈ 8ൽ നിന്ന് അടുത്ത ഓഡ് നമ്പർ വിച്ച് ഈസ് 3 അത് മൈനസ് ചെയ്യും, വിച്ച് ഈസ് ഈക്വൽ ടു 5. നമ്പർ ഓഫ് സബ്ട്രാക്ഷൻ 2, സെക്കൻഡ് സബ്ട്രാക്ഷൻ ഇത്. ഇനി അടുത്തത് 5ൽ നിന്ന് അടുത്ത ഓഡ് നമ്പർ 5 മൈനസ് ചെയ്യും, വിച്ച് ഈസ് ഈക്വൽ ടു 0. ആൻഡ് ദിസ് ഈസ് തേർഡ് സബ്ട്രാക്ഷൻ. സോ 0 കിട്ടുമ്പോൾ നമ്മൾ എത്ര സബ്ട്രാക്ഷൻ കംപ്ലീറ്റ് ഉണ്ടെന്ന് നോക്കുക, അതായിരിക്കും ആൻസർ. ഇപ്പോൾ ഇവിടെ 3 ആണ്. സോ 3 വിൽ ബി ദ ആൻസർ. 3 ഈസ് ദ സ്ക്വയർ റൂട്ട് ഓഫ് 9. ഇതാണ് ഇവിടെ യൂസ് ചെയ്യുന്ന ലോജിക്ക്. ഒരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പോൾ തന്നിരിക്കുന്ന നമ്പർ പെർഫെക്റ്റ് സ്ക്വയർ ആയതുകൊണ്ടാണ് നമുക്കിത് മൈനസ് ചെയ്ത് 0 വരുത്താൻ പറ്റിയത്. പെർഫെക്റ്റ് സ്ക്വയർ അല്ല എങ്കിൽ നമുക്കൊരു സ്റ്റേജിലും ഈ ഒരു സബ്ട്രാക്ഷൻ്റെ റിസൾട്ട് 0 വരില്ല. ഒരു സ്റ്റേജിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ 0യ്ക്ക് പകരം ഈ ഒരു സബ്ട്രാക്ഷൻ്റെ റിസൾട്ട് മൈനസ് വാല്യൂയിലേക്ക് പോകും. ആ സമയത്ത് അങ്ങനെ പോയാൽ മീനിങ് എന്താണ്? തന്നിരിക്കുന്ന നമ്പർ പെർഫെക്റ്റ് സ്ക്വയർ അല്ല. പെർഫെക്റ്റ് സ്ക്വയർ ആണ് വരുന്നതെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ സബ്ട്രാക്ട് ചെയ്ത് പോവുകയാണെങ്കിൽ, അതായത് ഓഡ് നമ്പേഴ്സ് സബ്ട്രാക്ട് ചെയ്ത് പോവുകയാണെങ്കിൽ അറ്റ് 1 പോയിൻറ്റ് വി വിൽ ഗെറ്റ് എ റിസൾട്ട് ഓഫ് 0. അപ്പോൾ 0 കിട്ടുന്ന സമയത്ത് എത്ര സബ്ട്രാക്ഷൻ കംപ്ലീറ്റ് ആയി നോക്കുക, അതായിരിക്കും നമ്മുടെ ആൻസർ. അപ്പോൾ ഗിവൺ നമ്പർ ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല എങ്കിൽ 0യ്ക്ക് പകരം നമുക്ക് നെഗറ്റീവ് വാല്യൂസിലേക്ക് പോകും. സോ അങ്ങനെയാണെങ്കിൽ അതിന് പെർഫെക്റ്റ് സ്ക്വയർ അല്ല, അതിന് സ്ക്വയർ റൂട്ട് ഉണ്ടാവില്ല. ഓക്കെ, ഇനി ബാക്കി പ്രോഗ്രാം ഡിസ്കസ് ചെയ്യുമ്പോൾ ബാക്കി പറയാം. ഇതാണ് എൻ്റെ ബേസിക് ലോജിക്ക്. സോ ഇനി പ്രോഗ്രാമിലേക്ക് പോവാം. പ്രോഗ്രാമിൽ എന്താ ചെയ്യുന്നതെന്ന് പറയാം. ഇപ്പോൾ നമുക്കൊരു നമ്പർ തന്നിട്ടുണ്ടാവും, ആ നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുക. ഇപ്പോൾ 2 പോസിബിലിറ്റി ആണുള്ളത്. ഒന്നെങ്കിൽ അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ വി വിൽ ഗെറ്റ് എ സ്ക്വയർ റൂട്ട്. ഇപ്പോൾ 9, 9, 4 ഇതൊക്കെ ആണെങ്കിൽ പെർഫെക്റ്റ് സ്ക്വയർ ആണ്, ദെൻ വി വിൽ ഗെറ്റ് സ്ക്വയർ റൂട്ട്. അപ്പോൾ അങ്ങനെ അല്ല എങ്കിൽ, അതായത് പെർഫെക്റ്റ് സ്ക്വയർ അല്ലാത്തൊരു നമ്പറാണ് തരുന്നതെങ്കിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ആ നമ്പർ സ്റ്റോർ ചെയ്തേക്കുന്ന ലൊക്കേഷനിലേക്ക് FF എന്ന് പറഞ്ഞ വാല്യൂ സ്റ്റോർ ചെയ്യും. എപ്പോഴാണ്? സ്ക്വയർ റൂട്ട് കണ്ടുപിടിച്ചിട്ട് സ്ക്വയർ റൂട്ട് കിട്ടുന്നില്ല എങ്കിൽ. സ്ക്വയർ റൂട്ട് കിട്ടുന്നുണ്ടെങ്കിൽ എന്താണ്? ആ നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് ആ നമ്പറിൽ നിന്ന് ലൊക്കേഷനിൽ വെക്കും. സ്ക്വയർ റൂട്ട് കിട്ടുന്നില്ല എങ്കിൽ
അത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി FF എന്ന് പറഞ്ഞ നമ്പർ ആ ലൊക്കേഷനിൽ സേവ് ചെയ്യും. സോ ഇതാണ് പ്രോഗ്രാമിൽ ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് DPTR ഇനിഷ്യലൈസ് ചെയ്യുകയാണ്. മൂവ് DPTR, 3000H. അപ്പോൾ ഇവിടെ 3000H എന്ന് പറഞ്ഞ ലൊക്കേഷനിലായിരിക്കും നമ്മൾ നമ്പർ കൊടുക്കുന്നത്. ഇപ്പോൾ 9ൻ്റെ സ്ക്വയർ റൂട്ടാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ ദിസ് 9 വിൽ ബി സ്റ്റോർഡ് ഇൻ 3000H. അടുത്ത സ്റ്റെപ്പ് മൂവ് എക്സ് എ കോമ അറ്റ് ദ DPTR. അതൊന്നുമില്ല, ആ ലൊക്കേഷനിലെ വാല്യൂ നമ്മൾ അക്യുമുലേറ്ററിലേക്ക് ലോഡ് ചെയ്യുന്നു. ഇപ്പോൾ 9 ആണെങ്കിൽ 9 അക്യുമുലേറ്ററിലേക്ക് ലോഡാകും. അടുത്തത് മൂവ് R1, 01H. നെക്സ്റ്റ് മൂവ് R2, 00H. ഈ രണ്ട് രജിസ്റ്റേഴ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇത് ഒരു രജിസ്റ്റർ R1 1 വെച്ച് ഇനിഷ്യലൈസ് ചെയ്തു, ഒരു രജിസ്റ്റർ R2 00 വെച്ച് ഇനിഷ്യലൈസ് ചെയ്തു. അപ്പോൾ അത് നേരത്തെ പറഞ്ഞ ലോജിക്ക് വെച്ചിട്ട് R1 ആയിരിക്കും ഓഡ് നമ്പേഴ്സ് മൈനസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന രജിസ്റ്റർ. R2 ആയിരിക്കും നമ്പർ ഓഫ് സബ്ട്രാക്ഷൻസ് കൗണ്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ മൈനസ് ചെയ്യുന്ന ഓഡ് നമ്പർ 1 ആയതുകൊണ്ടാണ് R1 1 വെച്ച് ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ സബ്ട്രാക്ഷൻസ് കൗണ്ട് ചെയ്യുന്ന രജിസ്റ്റർ ആയിട്ടുള്ള R2 0 വെച്ച് ഇനിഷ്യലൈസ് ചെയ്യുന്നു. ഇനി അടുത്തത് സബ് എ കോമ R1. അപ്പം ഗിവൺ നമ്പറിൽ നിന്ന് ആദ്യത്തെ ഓഡ് നമ്പർ അത് നമ്മൾ R1ൻ്റെ അകത്തുണ്ട് 1 മൈനസ് ചെയ്യുന്നു. എന്നിട്ട് R2 ഇൻക്രിമെൻറ്റ് ചെയ്തു. ഫസ്റ്റ് മൈനസ് ആണ്, എപ്പോഴും സബ്ട്രാക്ഷൻ വരുന്നോ അപ്പോഴൊക്കെ R1 നമ്മൾ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത് 1 ആവും. എന്നിട്ട് എന്താ ചെക്ക് ചെയ്യേണ്ടത്? ഇപ്പോൾ ഏത് സ്റ്റേജിലാണ് ഈ ഒരു സബ്ട്രാക്ഷൻ റിസൾട്ട് 0 ആവണമെന്ന് ഉള്ള കാര്യത്തിലാണ് നമുക്ക് ഇൻട്രസ്റ്റ്. അപ്പോൾ 0 ആവണമെങ്കിൽ മീനിങ് എന്താണ്? തന്നിരിക്കുന്ന നമ്പർ പെർഫെക്റ്റ് സ്ക്വയർ ആണ്, അതിൻ്റെ സ്ക്വയർ റൂട്ട് എവിടെ ഉണ്ടാവും? R2, അതായത് നമ്പർ ഓഫ് സബ്ട്രാക്ഷൻസ് കൗണ്ട് ചെയ്യുന്ന രജിസ്റ്ററിൽ ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് ഇതിൽ എന്ത് സംഭവിക്കുന്നത്? JZ ഡൺ ആണ് അടുത്ത ലൈൻ. ജമ്പ് ഇഫ് 0 ആയോ? ഇല്ല, 9 - 8 1 8 ആണ്. സോ 0 ആകത്തില്ല. സോ ഇനി എന്താ ചെയ്യേണ്ടത്? JC നോട്ട് സബ്ട്രാക്ഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് രണ്ട് കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. സബ്ട്രാക്ഷൻ റിസൾട്ട് 0 ആണെന്ന് നോക്കും. 0 ആണെങ്കിൽ എന്താണ് മീനിങ്? തന്നിരിക്കുന്ന നമ്പർ പെർഫെക്റ്റ് സ്ക്വയർ ആണ്, R2-ലുള്ളതായിരിക്കും അതിൻ്റെ സ്ക്വയർ റൂട്ട്. രണ്ടാമത്തെ കണ്ടീഷൻ ജമ്പ് ഇഫ് ക്യാരി ഫ്ലാഗ് ചെക്ക് ചെയ്യുന്നു. ക്യാരി ഫ്ലാഗ് ചെക്ക് ചെയ്യുന്നത് എന്തിനാണ്? അപ്പോൾ തന്നിരിക്കുന്ന നമ്പർ പെർഫെക്റ്റ് സ്ക്വയർ അല്ലെങ്കിൽ ഒരിക്കലും ആൻസർ 0 വരില്ല സബ്ട്രാക്ഷൻ റിസൾട്ട്. പകരം നമ്പർ സബ്ട്രാക്ഷൻ റിസൾട്ട് നെഗറ്റീവിലേക്ക് പോകും. അങ്ങനെയാണെങ്കിൽ ക്യാരി ഫ്ലാഗ് സെറ്റ് ആവും. അങ്ങനെയാണെങ്കിൽ മീനിങ് ഗിവൺ നമ്പർ പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ FF എന്ന് പറഞ്ഞ വാല്യൂ ഈ പറഞ്ഞ ലൊക്കേഷനിലേക്ക് സ്റ്റോർ ചെയ്യണം. അതിന് വേണ്ട പ്രോഗ്രാമിലേക്കാണ് പോകേണ്ടത്, ആ ലൈൻസിലേക്ക് പോകണം. അതാണ് JC നോട്ട്. അപ്പോൾ ഈ കേസിൽ ഈ രണ്ടും ഫെയിലാവും. 8 ആണ് നമുക്ക് കിട്ടിയ റിസൾട്ട്, 0 അല്ല അതുപോലെ നെഗറ്റീവും അല്ല. സോ അങ്ങനെയാണ് എന്താ ചെയ്യേണ്ടത്? ഇങ്ക് R1 2 തവണ R1 ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. അതെന്തിനാ? അപ്പോൾ ആദ്യം നമ്മൾ മൈനസ് ചെയ്ത 1 ആണ്, ഇനി മൈനസ് ചെയ്യാൻ പോകുന്നത് 3 ആണ്. ആ 1 എന്നുള്ള വാല്യൂ 3 ആക്കാൻ വേണ്ടിയിട്ടാണ് 2 തവണ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് SJump ലൂപ്പ് എന്ന് പറഞ്ഞാൽ അഗൈൻ സബ്ട്രാക്ഷൻ്റെ ഇതിലേക്കാണ് വരുന്നത്. ഇപ്പോൾ Aയിലുള്ള വാല്യൂ 8 ആണ്. 8 - 3 ചെയ്യുന്നു. R1 ഇൻക്രിമെൻറ്റ് ചെയ്തായിരുന്നു 2 തവണ. സോ ഇറ്റ് വിൽ ബിക്കം 5. അഗൈൻ എന്താ ചെയ്യുന്നത്? R2 ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. R2 ഇപ്പോൾ ഓൾറെഡി 1 ആയിരുന്നുള്ളത്, ഇപ്പോൾ ഇത് 2 ആക്കി. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? സബ്ട്രാക്ഷൻ റിസൾട്ട് 0 ആണോ അതോ നെഗറ്റീവ് ആണോ നോക്കുന്നു. 0 അല്ല നെഗറ്റീവും അല്ല. എന്ത് ചെയ്യും? R1 വീണ്ടും 2 ഇൻക്രിമെൻറ്റ് ചെയ്യും. 3 ആണിപ്പോൾ ഉള്ളത്, ഇത് 5 ആയിട്ട് മാറും. അഗൈൻ ലൂപ്പ് പോകുന്നു. 5 സോ 8 - 3 5 ആണ്. അത് Aയിലുണ്ടാവും. 5 R1ൻ്റെ വാല്യൂ അഗൈൻ 5 ആണ്. 5 - 5 ചെയ്യുന്നു. സബ്ട്രാക്ഷൻ കൗണ്ട് ചെയ്യുന്ന രജിസ്റ്റർ R2 1 ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. R2 3 ആകും. സോ അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യുന്നത്? ജമ്പ് ഇറ്റ് 0 സബ്ട്രാക്ഷൻ റിസൾട്ട് 0 ആണെന്ന് നോക്കും. അപ്പോൾ ഇവിടെ ലാസ്റ്റ് സബ്ട്രാക്ഷൻ നടത്തിയത് 5 - 5 ആണ്. അതിൻ്റെ ആൻസർ 0 ആണ്. സോ 0 ആണെങ്കിൽ R3-ലുള്ളതായിരിക്കും എന്ത്? റിസൾട്ട്, സ്ക്വയർ റൂട്ട് ഓഫ് നമ്പർ. അപ്പോൾ JZ ഡൺ.
ജമ്പ് ഇഫ് 0 ഡൺ എന്ന് പറഞ്ഞിട്ട് ആ ലൈൻ വർക്കാവും. കാരണം ഇപ്പോൾ റിസൾട്ട് സബ്ട്രാക്ഷൻ റിസൾട്ട് 0 ആണ്. അപ്പം നേരെ ഈ ഡൺ എന്ന് പറഞ്ഞ ലൈനിലേക്ക് വരും. അവിടെ എന്താ ചെയ്യുന്നത്? ഇനി ചെയ്യാൻ പോകുന്നത് സ്ക്വയർ റൂട്ട് ഈ നമ്പർ ഇരുന്ന മെമ്മറി ലൊക്കേഷനിലേക്ക് സേവ് ചെയ്യുക എന്നാണ്. നമ്പർ ഇരുന്നല്ല, നമ്പർ ഇരുന്നതിൻ്റെ നെക്സ്റ്റ് ലൊക്കേഷനിലേക്ക് സേവ് ചെയ്യാനാണ്. അപ്പോൾ അവിടെ മൂവ് A,R2 ചെയ്യുന്നു. കാരണം DPTR വെച്ചിട്ടാണ് ലൊക്കേഷനിലേക്ക് വാല്യൂ സേവ് ചെയ്യുന്നത്. അപ്പോൾ വാല്യൂ അക്യുമുലേറ്ററിൽ കൊണ്ടുവന്നേ പറ്റൂ. സോ R2ലുള്ള 3 എന്ന് പറഞ്ഞ വാല്യൂ അക്യുമുലേറ്ററിൽ കൊണ്ടുവരുന്നു. ഇങ്ക് DPTR. ഇപ്പോൾ DPTR അറ്റ് പ്രസൻറ്റ് 3000 ആണുള്ളത്. അത് നെക്സ്റ്റ് ലൊക്കേഷനിലേക്ക് പോകുന്നു, 3001. അവിടെയാണ് നമ്മൾ ആൻസർ സേവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മൂവ് എക്സ് @DPTR, A 3001 ആൻസർ സേവ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് jump ഹിയർ എന്ന് പറഞ്ഞാൽ എൻഡ് ഓഫ് ദി പ്രോഗ്രാമാണ്. പ്രോഗ്രാമിന് എൻഡിലേക്ക് ജമ്പ് ചെയ്യാനായിട്ടുള്ള കമാൻഡാണ് jump ഹിയർ. സോ അങ്ങനെയാണ് ഇപ്പോൾ പെർഫെക്റ്റ് സ്കോർ വന്നാൽ ഇങ്ങനെയായിരിക്കും എക്സിക്യൂട്ട് ആവുക. ഇനി അടുത്തത് പെർഫെക്റ്റ് സ്കോർ അല്ല എങ്കിൽ എന്താ സംഭവിക്കുക? ഏതെങ്കിലും ഒരു സ്റ്റേജിൽ സബ്ട്രാക്ഷൻ്റെ റിസൾട്ട് നെഗറ്റീവ് ആവും. ആ സമയത്ത് ക്യാരി ഫ്ലാഗ് സെറ്റാവും. സോ അങ്ങനെയാണെങ്കിൽ ഈ JC =NOT എന്ന് പറഞ്ഞ ആ ലൈനായിരിക്കും എക്സിക്യൂട്ട് ആവുക. അപ്പോൾ നേരത്തെ പറഞ്ഞത് 0 ആകുന്ന കേസാണ്. 0 അല്ലെങ്കിൽ പിന്നെ ഉണ്ടാകാൻ ചാൻസുള്ള കേസ് നെഗറ്റീവാണ്. 0 ആണെങ്കിൽ മീനിങ് കൊടുത്തിരിക്കുന്ന നമ്പർ പെർഫെക്റ്റ് സ്കോറാണ്. അങ്ങനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ സബ്ട്രാക്ഷൻ റിസൾട്ട് നെഗറ്റീവ് ആവും. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യണമെന്ന് പറഞ്ഞേക്കുന്നത്? ഈ ഒരു തൊട്ടടുത്ത ലൊക്കേഷനിൽ FF എന്ന് പറഞ്ഞ വാല്യൂ സേവ് ചെയ്യും. നോട്ട് ഇൻഡിക്കേറ്റ് ദാറ്റ് ദ ഗിവൺ നമ്പർ ഈസ് നോട്ട് എ പെർഫെക്റ്റ് സ്കോർ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ലൈൻസാണ് ഇവിടെ തന്നിരിക്കുന്നത്. അക്യുമുലേറ്ററിലേക്ക് 0FF മൂവ് ചെയ്യും. അത് കഴിഞ്ഞ് DPTR ഇൻക്രിമെൻറ്റ് ചെയ്ത് 3001 ആക്കും. അവിടെ ഈ വാല്യൂ കൊടുക്കുന്നു. മൂവ് എക്സ് @DPTR, A FF സ്റ്റോർ ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഹിയർ jump ഹിയർ എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിൻ്റെ ലാസ്റ്റാണ്. സോ ഈ ഒരു ഇതിലേക്കാണ് നേരത്തെ ഒരു jump ഇവിടെ കൊടുത്തേക്കുന്നത്. സോ ഇതാണ് കൊടുത്തിരിക്കുന്ന നമ്പർ പെർഫെക്റ്റ് സ്കോർ അല്ലെങ്കിൽ ചെയ്യുന്നത്. ഓക്കെ, ഇത്രയാണ് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്ന പ്രോഗ്രാം.